പാലക്കാട്ടെ 9 വയസ്സുകാരി വിനോദിനിക്ക് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. വിനോദിനിക്ക് ഒരു കൃത്രിമ കൈ ഘടിപ്പിക്കാനുള്ള മുഴുവൻ ചെലവും വഹിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം വിനോദിനിയുടെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൃത്രിമ കൈ ഘടിപ്പിക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറയുന്നു. കൃത്രിമ കൈവെക്കാൻ പണമില്ലാതെ വളരെ വിഷമത്തിലായിരുന്നു വിനോദിനിയുടെ കുടുംബം. കുടുംബത്തിന് ആകെ ലഭിച്ചത് 2 ലക്ഷം രൂപ മാത്രമാണ്. കൈ മാറ്റിവെക്കുന്നതിനുള്ള സാമ്പത്തികം കുടുംബത്തിന് ഇല്ലെന്നും കളക്ടറെ കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞിരുന്നു. പാലക്കാട് പല്ലശന സ്വദേശിനിയാണ് വിനോദിനി. വിനോദിയുടെ വലത് കൈയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിക്കേണ്ടി വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് വീണതിനെ തുടർന്ന് വലത് കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു. ആദ്യം ചിറ്റൂറുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ജില്ലാ ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്ത ശേഷം പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചു. പിന്നീട് കൈവിരലുകൾ കുമിള പൊന്തിയോടെ വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും കൈ അഴുകിയ നിലയിലായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദനയുമായിരുന്നു ആ കുട്ടി. ജില്ലാ ആശുപത്രിയിൽ തുറന്നു നടത്തിയ പരിശോധനയിൽ രക്തക്കുഴലിന് പൊട്ടൽ ഉള്ളതായി കണ്ടെത്തുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും കുട്ടിയുടെ നില വളരെ ഗുരുതരമാകുകയും കൈ മുറിച്ചു മാറ്റുകയുമായിരുന്നു. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റാൻ ഇടയാക്കിയതെന്നും അധികൃതർക്കെതിരെ നടപടികൾ എടുക്കണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. സെപ്റ്റംബർ 24-നാണ് ഈ അപകടം നടന്നത്. എന്നാൽ 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുതുവർഷത്തിലും സ്കൂളിൽ പോകാനാവാതെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു വിനോദിനി. കൃത്രിമ കൈവെക്കാൻ ആകെ കിട്ടിയ 2 ലക്ഷം രൂപ കൊണ്ട് കഴിയില്ലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ചികിത്സാ ചെലവിനും മുന്നോട്ടുള്ള പിന്തുണയും തേടി സമീപിച്ചിട്ടും സർക്കാരും ആരോഗ്യവകുപ്പും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആ കുടുംബം ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. എന്നാൽ ആ തുച്ഛമായ തുക വിനോദിനി എന്ന മിടുക്കിയുടെ നഷ്ടത്തിന് പകരമായതുമില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 3 മാസത്തിലേറെയായി കൊടിയ വേദന അനുഭവിക്കുന്ന വിനോദിനി എന്ന പെൺകുട്ടിയുടെ ദുരിതങ്ങൾക്ക് ഇതോടെ ഒരു അവസാനമായിരിക്കുന്നു. ഈ നല്ല കാര്യം ചെയ്തതിന് വി ഡി സതീശനും കോൺഗ്രസിനും അഭിനന്ദനങ്ങൾ അറിയിക്കാതെ വയ്യ.